ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു തുണിയിൽ ചെയ്യാൻ പറ്റുന്ന വ്യത്യസ്തമായിട്ടുള്ള ഐഡിയാസ് കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വെട്ടുതുണികളിൽ മാത്രമായിട്ട് ഇതുപോലത്തെ കുറേ ഐഡിയാസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റായിട്ട് നമുക്ക് ഇതുപോലെ ഒരു ക്ലോത്താണ് എടുക്കുന്നത്. ഈ ഒരു ക്ലോത്തിൻ്റെ സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ നല്ല വശത്തിനെ ഒന്ന് പുറത്തേക്ക് എടുക്കണം. എപ്പോഴും ഇങ്ങനെ സ്റ്റിച്ച് കൊടുക്കുന്ന സമയത്ത് നല്ല വശം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ സ്റ്റിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടൊന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം ഈ ഒരു നല്ല വശത്തിനെ ഒന്ന് പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ദാ ഈ ഒരു രീതിയിലൊന്ന് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വീതി എടുക്കുന്നത് 1 ഇഞ്ചാണ്. അതുപോലെ തന്നെ നീളം എടുക്കുന്നത് 18 ഇഞ്ചാണ് കേട്ടോ. ഇതുപോലെ തന്നെ കുറച്ച് വലിയ സൈസ് കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ കൂടി നമുക്ക് അളവുകളെല്ലാം കറക്റ്റ് അല്ലേ എന്ന് നോക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ ഒരു എലാസ്റ്റിക്കിനെ ഇട്ട് കൊടുക്കണം. അപ്പോൾ എലാസ്റ്റിക്കിൻ്റെ നീളം എടുത്തിട്ടുള്ളത് 6 ഇഞ്ചാണ്. ഇതിൻ്റെ ഉള്ളിലൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല സ്പീഡായിട്ട് തന്നെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് അതിൻ്റെ 2 അറ്റം കൂടി ഇങ്ങനെ ഒന്ന് ചേർത്ത് പിടിച്ച് കൊടുക്കണം. അപ്പോൾ 2 അറ്റവും ഇതുപോലെ ഒന്ന് ചേർത്ത് പിടിച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് തുന്നിയെടുക്കണം. അപ്പോൾ വിട്ട് പോരാത്ത രീതിയിൽ തന്നെ തുന്നിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇതുപോലെ തന്നെ അടുത്തതും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൽ ചെയ്യാനായിട്ടുള്ളത് അതിൻ്റെ തുമ്പുകളെ ചേർത്തൊന്ന് തുന്നി കൊടുക്കണം. ശരിയായിട്ടുള്ള രീതിയിൽ ഹെയർ ബൺസ് മേക്ക് ചെയ്തെടുക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ആ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് തുമ്പുകളൊന്നും കാണാതെ തന്നെ നല്ല വൃത്തിയായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ സ്ക്രീനിൽ അതിൻ്റെ ആ ഒരു ലിങ്ക് ഇതിലേക്ക് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ രണ്ടും ഒരുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ക്ലോത്ത് കൂടി എടുക്കുന്നുണ്ട്. ഈ ക്ലോത്തിൻ്റെ നല്ല വശം ഉള്ളിലേക്ക് വരുന്ന രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു നല്ല വശത്തിനെ പുറത്തേക്ക് എടുക്കണം. സൂചി നൂലും കൊണ്ടാണ് ഇതിനെ പുറത്തേക്ക് എടുക്കുന്നത്. ക്ലോത്തിൻ്റെ വീതി എടുക്കുന്നത് 2 ഇഞ്ചും നീളം എടുക്കുന്നത് 25 ഇഞ്ചുമാണ്. നീളം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. വലുതും ചെറുതും വരുന്ന രീതിയിൽ എത്ര വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ അതിനെ ഒന്ന് പുറം മറച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ പുറം മറച്ചെടുത്ത സമയത്ത് നമുക്ക് ഇതുപോലെ ഒരു പൈപ്പിൻ്റെ ഷേപ്പിലാണ് കിട്ടുന്നത് കേട്ടോ. ഇനി അതിലേക്കൊരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു ക്ലോത്തിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് നിറച്ചും ഇതുപോലെ തന്നെ ഒന്ന് ഞൊറിവുകളെ ഇട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. 3 ഇഞ്ച് വീതിയും 23 ഇഞ്ച് നീളവുമാണ് ഈ ഒരു ക്ലോത്തിന് എടുത്തിട്ടുള്ളത്. ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ഐഡിയാസ് എല്ലാം നമ്മുടെ ചാനലിൽ ദിവസവും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് കണ്ടു നോക്കണം. വളരെ സിമ്പിളായിട്ടുള്ളതും അതുപോലെ തന്നെ ചിലവ് കുറഞ്ഞിട്ടുള്ള ഐഡിയാസാണ്. അപ്പോൾ എല്ലാവരും അതെല്ലാം ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. 4 ഇഞ്ചിൽ ഇതുപോലെ ഒരു സ്ക്വയറിനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് വെക്കണം. അതിനുശേഷം അതിൻ്റെ അറ്റത്തായിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് പിൻ ചെയ്ത് വെക്കണം. ഇനി നമുക്ക് ഇതിലൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കൈത്തുന്ന് കൊടുത്താലും മതി, മെഷീൻ സ്റ്റിച്ച് ആണെങ്കിൽ അങ്ങനെ കൊടുത്താലും മതി. അപ്പോൾ ദാ ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലൂ ഗൺ ഉപയോഗിച്ചുകൊണ്ട് അതിലേക്കൊന്ന് ഒട്ടിച്ച് നിർത്തണം. ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതുപോലെ ആ ഒരു ബണ്ണിൻ്റെ ഉള്ളിലൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ആ ഒരു തുന്നിയ ഭാഗം ഉണ്ടല്ലോ ബണ്ണിൻ്റെ, ആ ഒരു തുന്നിയ ഭാഗത്തായിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് കെട്ടിക്കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ബീഡ്സിനെ കൂടി തുന്നിയെടുക്കണം. അപ്പം ഞാൻ ആ ഒരു കയറിനോട് മാച്ചായിട്ടുള്ള കളറാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇന്നത്തെ ഐഡിയ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതേ ക്ലോത്തിൽ കഴിഞ്ഞ ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് ഈ ഒരു ഹെയർ ബോ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ. വളരെ സിമ്പിളായിട്ടുള്ളതും അതുപോലെ തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ളതുമാണ്. അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം. അതിനുശേഷം നമുക്ക് ഇതുപോലെ റൗണ്ടായിട്ടുള്ള രീതിയിൽ ഒരു ക്ലോത്തിനെ കട്ട് ചെയ്തെടുത്തിട്ട് 2 ഭാഗമായിട്ടൊന്ന് മടക്കിയെടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് മൊത്തമായിട്ടും റണ്ണിങ് സ്റ്റിച്ചിനെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മുഴുവനായിട്ടും റണ്ണിങ് സ്റ്റിച്ചിനെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ടൈറ്റായിട്ട് പിടിച്ചു കൊടുക്കണം. ഇങ്ങനെ പിടിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് തുന്നി ചേർക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ തുന്നി യോജിപ്പിച്ചെടുക്കണം. അങ്ങനെ തുന്നി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു ഭാഗത്തായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഒരെണ്ണം കൂടി അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു ബണ്ണിൻ്റെ തുന്നിയ ആ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെയായിട്ടൊന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്കിതുപോലെ ഒരു ലേസിനെ ചുറ്റിയെടുക്കണം. നല്ല ടൈറ്റായിട്ട് തന്നെ ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിനുശേഷം അതിലേക്കൊന്ന് ഒട്ടിച്ച് നിർത്താം.
ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് കൊടുക്കുക. താങ്ക് യു.